ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കൊന്നൊരു ചമ്മന്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് നമ്മളെ വറ്റൽമുളക് ഉണ്ടല്ലോ അതൊന്ന് എന്താ പറയുക എണ്ണയിലൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഓക്കെ, അപ്പം ഞാൻ എണ്ണയ്ക്ക് തന്നെ കുറച്ച് ചെറുള്ളി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് വഴറ്റിയിടുക. അതൊക്കെ ഒന്ന് അങ്ങോട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു പിടി മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റിയിടുക. ഉള്ളി മരിച്ചിൽ കൂടിയാലും വേണ്ടില്ല, ഇല മൊരിയരുത് കേട്ടോ. അപ്പോൾ അത് വഴറ്റിയെടുത്തിട്ട് ഒന്ന് ചൂടാറി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മതി. അപ്പോൾ അത് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുളകും അതുപോലെ കുറച്ച് പുളിയും പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കുക. അരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിലാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്നാണ്ട് മിക്സ് ആക്കി എടുക്കുക. നല്ലാണ്ട് അരക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാവും. ഇനിയിപ്പോൾ ഇത് അമ്മയും അരച്ചിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോൾ ഒന്നുകൊണ്ട് ടേസ്റ്റ് ആവും. പൊന്നോ വേറെ ഒന്നും വേണ്ട, ഈ ഒരു സാധനം മാത്രം മതി ചോറിനാൻ. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചമ്മന്തി പറഞ്ഞൊരു വികാരമാണല്ലോ. നമ്മളെപ്പോലെ മടി പിടിച്ചിരിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മാത്രം മതി ചോറിന്, വേറെ ഒന്നും വേണമെന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.